അച്ഛൻ കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടി മകൻ കാട്ടിലേക്ക് പോകുന്നു. 14 ദിവസമല്ല, 14 മാസമല്ല, 14 വർഷം. പുത്രൻ ഓർ പുത്രി, സൺ ഡോട്ടർ, മകൻ മകൾ എന്നൊക്കെ നമ്മുടെ വാക്കുകളാണ്. ഭാരതത്തിൻ്റെത് പുത്രൻ ഓർ പുത്രി എന്നുള്ളതാണ്. പുന്നാമ നരകത്തിൽ നിന്ന് പിതാവിനെ ത്രാണനം ചെയ്യിക്കുന്നവനാരോ അവൻ പുത്രൻ ഓർ പുത്രി. മാതാപിതാക്കളെ നരകത്തിൽ പതിക്കാതെ നോക്കുന്ന മക്കളുടെ പേരാണ് പുത്രൻ ഓർ പുത്രി. അച്ഛൻ്റെ വാക്ക് പാലിക്കാൻ 14 കൊല്ലം കാട്ടിലേക്ക് പോകുന്ന രാമന്റെ കൂടെ സീത പോകുമ്പോൾ സുഖത്തിലും ദുഃഖത്തിലും ലാഭത്തിലും നഷ്ടത്തിലും ജയത്തിലും പരാജയത്തിലും കൂടെയുള്ളവളാണ് സഹധർമ്മിണി എന്ന് രാമനും സീതയും നമ്മെ പഠിപ്പിക്കുന്നു. കൂടെ പോകുന്ന ലക്ഷ്മണനോട് രാമൻ പറയുന്നുണ്ട്, എന്തിന് ലക്ഷ്മണ നീ കൂടെ വരുന്നു? നിന്നോട് കാട്ടിൽ പോകുവാൻ കൈകേയി മാതാവ് പറഞ്ഞിട്ടില്ലല്ലോ എന്ന്. അതിന് ലക്ഷ്മണൻ കൊടുക്കുന്നൊരു മറുപടിയുണ്ട്, വന്യമൃഗങ്ങളും ഘോരമൃഗങ്ങളും താമസിക്കുന്ന കാട്ടിൽ എൻ്റെ ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തിയമ്മയ്ക്കും കാവൽ കിടക്കുവാൻ മറ്റാരുണ്ട് എന്ന്. അർഹമല്ലാത്ത സിംഹാസനം ഭരതന്റെ കൈവെള്ളയിൽ വന്നു. ഒരു മഹാസാമ്രാജ്യം കൈവെള്ളയിൽ വന്നിട്ടും ഒരു നിമിഷം പോലും ആ സിംഹാസനത്തിൽ ഇരിക്കാതെ ജ്യേഷ്ഠന്റെ പാദുകങ്ങളെ സിംഹാസനത്തിൽ വെച്ച് 14 കൊല്ലം രാജ്യം ഭരിച്ചു ഭരതൻ. ഒരു വാർഡ് മെമ്പറാകാൻ വേണ്ടിയിട്ട് പോലും ആളുകൾ നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്ന നമ്മുടെയെല്ലാം നാട്ടിൽ ഒരു മഹാസാമ്രാജ്യം കൈവെള്ളയിൽ വന്നിട്ടും ഒരു നിമിഷം പോലും ആ സിംഹാസനത്തിൽ ഇരിക്കാതെ 14 കൊല്ലം ജ്യേഷ്ഠന് വേണ്ടി ജ്യേഷ്ഠന്റെ ചെരുപ്പിനെ, പാദുകങ്ങളെ സിംഹാസനത്തിൽ വെച്ച് അർഹമല്ലാത്ത അത് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ ഭരതൻ നന്ദിഗ്രാമിൽ പുൽപ്പായിൽ കിടന്നുകൊണ്ട് ഭരതൻ യജ്ഞഭൂമിയിൽ രാമന് വേണ്ടി യജ്ഞം നടത്തുമ്പോൾ ഭരതന് വേണ്ടി പാദസേവ ചെയ്തുകൊണ്ട് ശത്രുഘ്നനും കൂടെ ഉണ്ടായിരുന്നു. ഒരച്ഛന് 3 അമ്മയിൽ ജനിച്ച മക്കൾ. എത്രമാത്രം ആഴത്തിലാണ് രാമായണം പഠിച്ചാൽ നമ്മുടെ മക്കൾ പരസ്പരം സ്നേഹിക്കുക.